അസ്സലാമു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിലെ ഒരു വിഭാഗമായ ഹെയർ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ആ ഹെയർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളിൽ ആണ് നമ്മൾ പറഞ്ഞത്. 3 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതിൽ ഒന്നാമത്തത് മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത് കോട്ട എന്നുള്ള ഒരു ടേമിനെ കുറിച്ചുകൊണ്ടാണ്. അത് കോട്ട എന്താണെന്ന് നോക്കാം. ടു ബി ഡിക്ലെയർഡ് ഇലക്റ്റഡ് എവറി കാൻഡിഡേറ്റ് ഈസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ സർട്ടൻ കോട്ട ഓഫ് വോട്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഹെയർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിൽ ഒരു വ്യക്തി വിജയിയായി പ്രഖ്യാപിക്കണമെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് വോട്ട് കിട്ടണം. ആ വോട്ടിനെ പറയുന്ന പേരാണ് കോട്ട എന്നുള്ളത്. അത് എപ്പോഴും വ്യത്യസ്തമായിരിക്കും. ഓരോ സമയത്തിലുള്ള ഒരു ഇലക്ഷനിൽ നടന്ന കോട്ട ആയിരിക്കില്ല, ഓരോ മണ്ഡലത്തിലും കോട്ടയ്ക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ കോട്ട എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കൊക്കെ നോക്കാം. ദ കോട്ട റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് വോട്ട് നെസസറി ഫോർ എ കാൻഡിഡേറ്റ് ടു വിൻ. അപ്പം ഒരു കാൻഡിഡേറ്റിന് വിൻ ചെയ്യാൻ എത്ര വോട്ട് കിട്ടണം, അതാണ് കോട്ട എന്നുള്ള ഉദ്ദേശിച്ചത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് കോട്ട. 2 തരത്തിലുള്ള കോട്ട ഉണ്ട്. ഒന്നാമത്തെ സിമ്പിൾ കോട്ടയും രണ്ടാമത്തെ ഡ്രോഫ്സ് കോട്ട. എന്താണ് 2 കോട്ട? സിമ്പിൾ കോട്ടയും ഡ്രോഫ്സ് കോട്ട. സിമ്പിൾ കോട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ കോട്ട മീൻസ് ഡിവൈഡ് ദ നമ്പർ ഓഫ് വോട്ട്സ് കാസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് സീറ്റ്സ് ടു ബി എലക്റ്റഡ് ആൻഡ് ദ കോഷ്യൻ്റ് ഈസ് ടേക്കൺ ആസ് ദ കോട്ട. അതായത് കോട്ട കാൽക്കുലേറ്റ് ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് വോട്ട്സ് കാസ്റ്റ് ബൈ, അപ്പോൾ നമ്പർ, അതായത് എത്ര വോട്ട് ചെയ്തു, എത്ര വോട്ട് അവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ എന്തുകൊണ്ട് നമ്പർ ഓഫ് സീറ്റ് കൊണ്ട്, എത്ര സീറ്റാണ് അവിടെ ഉള്ളത് അതിനെ ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ ആൻസർ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ്റെ, അതിനാണ് എന്ത് പറയുന്നത്, കോട്ട എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 1000 വോട്ടാണ് കാസ്റ്റ് ചെയ്തെങ്കിൽ 4 സീറ്റാണ് അവിടെ ആ മണ്ഡലത്തിലുണ്ടെങ്കിൽ 1000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ആൻസർ അത് എത്രയാണോ അത് ആയിരിക്കും എന്ത് ചെയ്യുക, 250 ആയിരിക്കുമല്ലോ 1000 4 ഔട്ട് ചെയ്താൽ, അതാണ് കോട്ട. അപ്പോൾ അങ്ങനെയാണ് കോട്ട കാൽക്കുലേറ്റ്. സിമ്പിൾ കോട്ട സിസ്റ്റം വാസ് ഫൗണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ ഇതിലൊരു കാര്യം പറഞ്ഞത് സിമ്പിൾ കോട്ട സിസ്റ്റം വാസ് ഫൗണ്ട് ഇനാക്യുറേറ്റ് ഇൻ എ കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് 3 or more മെമ്പേഴ്സ്. ഇൻ 1881 ഡ്രൂഫ് സജസ്റ്റഡ് ഹിസ് ഓൺ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഔട്ട് കോട്ട. പിന്നെ വേറൊരു മെത്തേഡ്, കോട്ട കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വേറൊരു മെത്തേഡ്, സിമ്പിൾ കോട്ടയും ഡ്രൂഫ് കോട്ടയും നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഈ സിമ്പിൾ കോട്ട ഒരു 3 അതിലധികമോ മെമ്പേഴ്സുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചിലപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഇനാക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒന്നും കൂടെ ഒരു മെച്ചപ്പെട്ട ഒരു കോട്ട കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഡ്രൂഫ്സ് കോട്ട. ഇപ്പോൾ ഡ്രൂഫ്സ് എന്നുള്ള ആൾ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിനെ ഡ്രൂഫ്സ് കോട്ട എന്ന് പറയുക. ദ കോട്ട ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട് കാസ്റ്റ് ബൈ one more than the number of seats to be filled in and adding 1 to the result. അതായത് ഈ നമ്പർ ഓഫ് വോട്ട്, വാലിഡ് വോട്ട്, എത്ര വോട്ടാണോ ചെയ്തത് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, സീറ്റിൻ്റെ കൂടെ 1 കൂടെ കൂട്ടുക, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് അതിൻ്റെ കോട്ട. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ടോട്ടൽ വാലിഡ് വോട്ട് കാസ്റ്റ് വെർ 5000. എത്രയാണ്? 5000 ആണ് അതിൻ്റെ വോട്ട്. ഇതാണ് ആൻഡ് 4 സീറ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ കോട്ട കാൽക്കുലേറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000നെ എന്ത് ചെയ്തുക, 4 + 1, അതിൻ്റെ സീറ്റിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യണമെന്നല്ല പറഞ്ഞ്, അതിനെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് 5000 ഡിവൈഡ് ബൈ 5, പിന്നെ +1, പിന്നെ ഒന്നും കൂടെ 1 കൂടെ, അപ്പോൾ 1001 ആണ് എന്ത് അവിടുത്തെ കോട്ട. ഇപ്പോൾ ഡ്രോ സിസ്റ്റത്തിലും സിമ്പിൾ കോട്ട സിസ്റ്റത്തിലും കോട്ട കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് ഈ ഹെയർ സിസ്റ്റത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1 എഫക്റ്റീവ് വോട്ട് ആൻഡ് മാർക്കിംഗ് ഓഫ് പ്രിഫറൻസ്. അപ്പോൾ ദ വോട്ടർ ഹാസ് ഓൺലി 1 വോട്ട്. വോട്ടർക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു വോട്ടേ ഉണ്ടാവുള്ളൂ. ബട്ട് ഹീ മേ indicate his preference for each candidates
ബിസൈഡ് ഹിസ് ഫസ്റ്റ് വോട്ട്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വോട്ടർക്കും എന്തുണ്ടാവുള്ളൂ, ഒരു വോട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യണം ഹിസ് പ്രിഫറൻസ് ഫോർ ഈച്ച് കാൻഡിഡേറ്റ്സ് ബിസൈഡ്സ് ഹിസ് ഫസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ ഇനി ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്, അത് മാർക്ക് ചെയ്യുക. അതിന് ശേഷം രണ്ടാമത് ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത്, മൂന്നാമത് അതിന് പ്രിഫറൻസ് മാർക്ക് ചെയ്യാനുള്ള സ്ഥലം അതിലുണ്ടാവും. അപ്പോൾ അതിൽ രണ്ടാമത് ആളാരാണ്, മൂന്നാമത് ആളാണെന്ന് അങ്ങനെ മാർക്ക് ചെയ്യാം. ഇഫ് ദർ ആർ 4 സീറ്റ് ടു ബി ഫിൽഡ് ആൻഡ് ദർ ആർ 6 കാൻഡിഡേറ്റ്. ഇപ്പോൾ നമുക്കൊരു മണ്ഡലത്തിൽ 4 സീറ്റാണുള്ളത്. അപ്പോൾ അവിടെ ഒരു 6 കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ദ വോട്ടർ ഹാസ് ടു മാർക്ക് 4 പ്രിഫറൻസ്. അപ്പോൾ വോട്ടർക്ക് 1 2 3 4 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ നേർക്കും 1, അതായത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ് അതിൻ്റെ നേർക്ക് 1 ഇടുക, സെക്കൻഡ് പ്രിഫറൻസ് ആർക്ക് അവിടെ 2 ഇടുക, തേർഡ് പ്രിഫറൻസ് 4th 4 ആളാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് വോട്ടർക്ക് അങ്ങനെ മാർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതാണ് പ്രിഫറൻസ് എന്നുള്ള അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അടുത്തത് ട്രാൻസ്ഫർ ഓഫ് വോട്ട്. ശരിക്കും ഈ പ്രിഫറൻസ് ആക്കണമെങ്കിലും ഒരു വോട്ടേ അവിടെ ചെയ്യണുള്ളൂ. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു വോട്ടിലൂടെ തന്നെ അവരുടെ പ്രിഫറൻസ് അവിടെ മാർക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫർ ഓഫ് വോട്ട്, അതിൽ ആഫ്റ്റർ ദ പോൾ ദ കൗണ്ടിങ് പ്രോസസ് ബിഗിൻസ് അല്ലേ, പോളിങ്ങിന് ശേഷം കൗണ്ടിങ് പ്രോസസ്സൊക്കെ തുടങ്ങും. ടു ബിഗിൻ വിത്ത് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടർ കൗണ്ട്. അപ്പോൾ നമ്മൾ പ്രിഫറൻസ് പറയല്ലോ, അപ്പോൾ ആദ്യം കൗണ്ട് ചെയ്യണത് എന്താണ്, ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടാണ്. അതാണല്ലോ ആദ്യം കൗണ്ട് ചെയ്യല്ലേ. ദ കാൻഡിഡേറ്റ് ഹൂ റീച്ചസ് ദ കോട്ട ഈസ് ഡിക്ലെയർഡ് ഇലക്റ്റഡ് അല്ലേ. അപ്പോൾ ആരാണോ ഈ കോട്ട കംപ്ലീറ്റ് ചെയ്തത്, കോട്ട തികക്കുന്ന ആളുകൾ, അവർ വിന്നിങ് ആയിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കും, ഇലക്റ്റഡ് ആയിട്ട് പ്രഖ്യാപിക്കും. ഇറ്റ് മേ ഹൗവർ ബി ഫൗണ്ട് ദാറ്റ് ഓൾ സീറ്റ്സ് ഹാവ് നോട്ട് ബീൻ ഫിൽഡ് ആസ് എ സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹാവ് നോട്ട് സെക്യൂർഡ് ദ റിക്വയർഡ് കോട്ട ടേക്കിംഗ് ദ സെക്കൻഡ് ചോയ്സ് ഓഫ് ദ വോട്ടർ ഫിൽ ദ റിമൈനിങ് സീറ്റ്. അപ്പോൾ ഇപ്പം ഫസ്റ്റ് പ്രിഫറൻസിൽ നമ്മൾ നോക്കിയിട്ട് അപ്പോൾ അവർ ഈ കോട്ട അതിന് ആൾക്കാരെ വിന്നിങ് ആയിട്ട്, കോട്ട തികച്ച ആൾക്കാരെ വിന്നിങ് ആയിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ ചില ഫസ്റ്റ് പ്രിഫറൻസ് ആൾക്കാർക്ക് കോട്ട തികക്കാൻ പറ്റാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും, സെക്കൻഡ് പ്രിഫറൻസിലേക്ക് നോക്കും. സെക്കൻഡ് പ്രിഫറൻസിൽ കോട്ട തികച്ചവർ ഉണ്ടെങ്കിൽ അവരെ വിന്നിങ് ആയിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ സെക്കൻഡ് കഴിഞ്ഞ് തേർഡ് അങ്ങനെയൊക്കെ നോക്കും. അങ്ങനെ ഈ 4 ആൾക്കാർ, ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ 4 ആൾക്കാരല്ല, അപ്പോൾ 4 ആൾക്കാരിൽ അങ്ങനെ കോട്ട തികക്കുന്നവർ വിന്നിങ് ആയിട്ട്. അപ്പോൾ ആദ്യം നോക്കൽ ഫസ്റ്റാണ്, പിന്നെ അതിൽ കിട്ടിയവരെ വിന്നിങ് ആയിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞ് സീറ്റ് അത് ഫില്ലായിട്ടില്ലെങ്കിൽ പിന്നെ എവിടേക്ക് നോക്കണം, സെക്കൻഡ് പ്രിഫറൻസിലേക്കും തേർഡ് പ്രിഫറൻസിലേക്കും ഒക്കെ നോക്കണം. അങ്ങനെ ദ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് വോട്ട് ഇൻ ദ എക്സസ് ഓഫ് കോട്ട ഗോസ് ഓൺ ടിൽ ദ റിക്വയർഡ് നമ്പർ ഓഫ് സീറ്റ്സ് ഫിൽഡ് അല്ലേ. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് വോട്ട് എന്നുള്ളൊരു സംഭവം ഇവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ കോട്ട തികച്ചിട്ട് അതിൻ്റെ ബാക്കി വരുന്ന വോട്ട്, കോട്ട തികച്ചാൽ ഇപ്പോൾ കോട്ട തികക്കാൻ ഇപ്പോൾ ഒരു 36 വോട്ട് അല്ലെങ്കിൽ ഒരു 1000 കോട്ട തികക്കാൻ വേണ്ട നമ്പർ എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ടും ബാക്കി ഉണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് കോട്ട തികക്കാൻ വേണ്ടിയിട്ട് വരെ എക്സസ് ഉള്ള വോട്ട് കൊടുക്കാം. അത് പറയുന്നുണ്ട്. അതെങ്ങനെ നോക്കാം. വെൻ ദ റിക്വയർഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഫെയിൽ ടു സെക്യൂർ ദ കോട്ട ഈവൻ ആഫ്റ്റർ സർപ്ലസ് വോട്ട് ഓഫ് ദ എലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു അതേഴ്സ് നെക്സ്റ്റ് അനദർ പ്രോസസ് വിൽ ബി യൂസ്ഡ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഒരാൾക്ക് എന്ത് ചെയ്തു, 1050 വോട്ട് കിട്ടി, 50 കിട്ടി. അപ്പോൾ ശരിക്കും 1000 അയാളുടെ അല്ലെങ്കിൽ അവിടുത്തെ കോട്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ശരിക്കും അയാൾക്ക് 1000 കിട്ടിയാൽ എന്ത് ചെയ്തു, കോട്ട തികച്ച് അയാൾ വിന്നിങ് ആയിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ വേറൊരാൾക്ക് 950 കിട്ടിയിട്ടുള്ളൂ വോട്ട്. അപ്പോൾ ശരിക്കും അയാൾക്ക് കോട്ട തികക്കാൻ വേണ്ടിയിട്ട് എത്ര വോട്ടും കൂടെ വേണം, 50 വോട്ടും കൂടെ വേണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു അധികമുള്ള 50 ഉണ്ടല്ലോ ആദ്യത്തെ ആൾക്ക്, അതിനെ 50 50 രണ്ടാമത്തെ ആൾക്ക് കൊടുത്ത് അയാൾക്കും 1000. അങ്ങനെ ഈ ട്രാൻസ്ഫർ ഓഫ് എന്ത് കൊടുക്കും, വോട്ട് നടക്കും. ട്രാൻസ്ഫർ ഓഫ് വോട്ട് നടന്നിട്ട് അങ്ങനെ അത് കോട്ട തികച്ചിട്ട് വിന്നിങ് ആക്കി. ഇനി അങ്ങനെയും പറ്റാത്ത സന്ദർഭത്തിൽ വേറെ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ എക്സസ് ഉള്ള നമ്പർ മറ്റാൾക്ക് കൊടുത്തിട്ടും ഇത് തികയ്ക്കാതെ വരുന്ന സമയത്ത്
The candidates with the least number of votes is eliminated and his votes are transferred to the candidates in accordance with the preference expressed in the ballot paper. ഇനിയിപ്പം ഇതിൽ നമ്മൾ പ്രിഫറൻസ് കൊടുത്തില്ലേ, പ്രിഫറൻസിൽ കുറച്ച് വോട്ടൊക്കെ കിട്ടിയ ആളുകളുണ്ടാവും, ഒരു 3, 4, 10 വോട്ട് കിട്ടി. അപ്പോൾ അവരെ വോട്ട് ശരിക്കും അത് കോട്ട തികയ്ക്കാൻ അതൊന്നും അത്രയും മതിയാവില്ല, കുറേ വോട്ട് ഞോശം, അപ്പോൾ അത് വെറുതായി പോകുമല്ലോ. അപ്പോൾ ആ വോട്ട് എന്ത് ചെയ്യും, കോട്ട തികച്ച് ഇപ്പോൾ സെക്കൻഡ് പ്രിഫറൻസിൽ, തേർഡ് പ്രിഫറൻസിൽ അല്ലെങ്കിൽ സെക്കൻഡ് പ്രിഫറൻസിലൊക്കെ ഉള്ള ആൾക്ക് ഇപ്പോൾ ഒരു 800 വോട്ടോ അല്ലെങ്കിൽ 850 അങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ അവർക്ക് കുറച്ച് വോട്ടും കൂടെ വേണം. അപ്പോൾ ഈ കുറച്ച് നമ്പറുള്ള പ്രിഫറൻസിൽ കുറച്ച് നമ്പർ വോട്ട് കിട്ടിയ ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവരെ വോട്ടൊക്കെ ഇവർക്ക് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ബാലൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ട്രാൻസ്ഫർ ഓഫ് വോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്ത് പറയും, അപ്പോൾ ഇവിടെ ഒരു മാർഗം, ഒന്ന് കോട്ട തികച്ചാൽ അവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ട തികക്കാൻ പറ്റുന്നില്ല, പക്ഷേ സീറ്റ് ബാക്കി അവിടെ കിടക്കണേ. അപ്പോൾ അങ്ങനത്തെ സമയത്താണ് ഈ എക്സസ് ആയിട്ട് ഈ കോട്ട തികച്ച ആൾക്ക് അധികം കിട്ടിയ വോട്ട് മറ്റവർക്ക് കൊടുത്തിക്കാണ്ട് കോട്ട തികക്കണം, ആ ഒരു പ്രോസസ്സ്. ഇനി വേറെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പിന്നെയും സീറ്റ് തികയാത്തൊരവസ്ഥ വരികയാണെങ്കിൽ എന്താ ചെയ്യുക, സീറ്റ് ബാക്കിയായിട്ട് ഇങ്ങനെ വരുന്ന സമയം വരികയാണെങ്കിൽ ഇതേമാതിരി ലീസ്റ്റ് നമ്പർ അല്ലേ, കുറച്ച് വോട്ട് കിട്ടിയ ആളെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അവർ ആ വോട്ട് മറ്റവർക്ക് കൊടുത്തിട്ട് കോട്ട തികയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇങ്ങനെയൊക്കെ മെത്തേഡിലൂടെ വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് കോട്ട ഫില്ല് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തില്ല, അങ്ങനെ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് ഒബ്സർവ്ഡ്, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ഇൻ ദിസ് സിസ്റ്റം എവരി മൈനോറിറ്റി വിച്ച് ഈസ് സ്ട്രോങ് ഇനഫ് ടു സെക്യൂർ ദ കോട്ട ബൈ ഇറ്റ് സെൽഫ് ഓർ ത്രൂ ദ എയ്ഡ് ഓഫ് അതർ ഗ്രൂപ്പ് ആസ് എക്സ്പ്രസ്ഡ് ഇൻ ദ സെക്കൻഡ് ഓർ തേർഡ് പ്രിഫറൻസ് ഈസ് അഷ്യൂർഡ് ടു റെപ്രസെൻറ്റേഷൻ. അപ്പം ഏതൊരു മൈനോറിറ്റി ഗ്രൂപ്പിനും ഒന്നെങ്കിൽ അവർക്ക് തനിച്ചായിട്ട് കോട്ട ഫില്ല് ചെയ്യാൻ അത്രയും സ്ട്രെങ്ത്തുള്ള ഒരു ഗ്രൂപ്പാണ്, അങ്ങനെയാണെങ്കിൽ അവർക്കും അതുപോലെ അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ഇവർക്ക് ഇങ്ങനെ കോട്ട ഫില്ല് ചെയ്ത് കണ്ട് എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് പ്രിഫറൻസോ സെക്കൻഡ് പ്രിഫറൻസോ തേർഡ് പ്രിഫറൻസോ ഒക്കെ ആയാലും അവർക്ക് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റേഷൻ കിട്ടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഇൻ ദിസ് സിസ്റ്റം ദർ ഈസ് നോ വേസ്റ്റേജ് ഓഫ് വോട്ട്. ഇവിടെ വോട്ട് വേസ്റ്റായി പോകുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കാരണം എത്ര കുറച്ച് വോട്ട് കിട്ടിയ ആളെ വോട്ട് അവിടെ വെറുതെ ആവണില്ല, ആ വോട്ട് മറ്റേ കോട്ട തികക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്ത വോട്ടും സീറ്റും തമ്മിൽ പ്രൊപ്പോർഷനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അല്ലേ, വേസ്റ്റ് ഉണ്ടാവുന്നേ ഇല്ല. എല്ലാ മൈനോറിറ്റി ഗ്രൂപ്പിനും റെപ്രസെൻറ്റേഷൻ കിട്ടുകയും ചെയ്യും. ഇനി രണ്ടാമത്തത് ഹെയർ സിസ്റ്റം, ലിസ്റ്റ് സിസ്റ്റം അല്ലേ, നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ 2 സിസ്റ്റമാണ്, ഹെയർ സിസ്റ്റം, ലിസ്റ്റ് സിസ്റ്റം. ഇനി രണ്ടാമത്തത് ലിസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലിസ്റ്റ് സിസ്റ്റം ഈസ് അനദർ ഫോം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ വേറൊരു ഫോമാണ് ലിസ്റ്റ് സിസ്റ്റം. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ കോണ്ടിനെൻ്റ് ഓഫ് യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലിസ്റ്റ് സിസ്റ്റം. ഇനി ലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലിസ്റ്റ് സിസ്റ്റം ഓൾസോ റിക്വയർസ് എ മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ നേരത്തെ ഹെയർ സിസ്റ്റം പോലെ ഇവിടെ എന്ത് വേണം, മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി വേണം. രണ്ടാമത്തത്, എവരി പാർട്ടി പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് സീറ്റ് ടു ബി ഫിൽഡ് അല്ലേ. ഓരോ പാർട്ടി എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, ഒരു കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം ആദ്യത്തിന്, ഈക്വൽ ടു ദ നമ്പർ ഓഫ് സീറ്റ് ടു ബി ഫിൽ, എത്ര സീറ്റാണോ ഫില്ല് ചെയ്യേണ്ടത് അത്രയും കാൻഡിഡേറ്റിന്. ഇപ്പോൾ ഒരു 10 സീറ്റ് ഉണ്ടെങ്കിൽ 10 കാൻഡിഡേറ്റിന് അവർ ആദ്യം ലിസ്റ്റ് ചെയ്ത് വെക്കും, ഓരോ പാർട്ടിയും. എ വോട്ട് ഫോർ ലിസ്റ്റ് പ്രിപ്പയർഡ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടി. വോട്ട് അതായത് വോട്ട് ചെയ്യൽ, ഓരോ വോട്ട് ചെയ്യൽ എന്തിനാ, ആ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയ ആ ലിസ്റ്റിനാണ് അവരെന്ത് ചെയ്യുന്നത്, വോട്ട്. അല്ലാതെ ഒരു വ്യക്തിക്കല്ല. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിൽ എങ്ങനെ പാർട്ടിക്കല്ല എന്ന് പറഞ്ഞിരിക്കണല്ലോ നമ്മൾ, വ്യക്തിക്കല്ല പാർട്ടിക്കാണെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ആ ലിസ്റ്റിനാണ് അവർ വോട്ട് ചെയ്യുന്നത്. എത്ര കാൻഡിഡേറ്റ്സ് ഉള്ള ലിസ്റ്റിനാണ് വോട്ട് പോകുക. അതായത് ദ സീറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് വോട്ട്സ് സെക്യൂർഡ് ബൈ ഈച്ച് ലിസ്റ്റ് അല്ലേ.
ഇനി സീറ്റ് കിട്ടുകയാണെങ്കിൽ ആ സീറ്റ് എന്താക്കി ഡിവൈഡഡ് ടു ദ പ്രപ്പോർഷൻ ഓഫ് നമ്പർ ഓഫ് വോട്ട്. അപ്പോൾ ഓരോ പാർട്ടിക്കും എത്ര വോട്ടാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ആ വോട്ടിനനുസരിച്ച് ആ ലിസ്റ്റിന് എന്ത് ചെയ്യും, അവർ സീറ്റിനെ ഡിവൈഡ് ചെയ്യും. ആ സീറ്റിന് എത്ര വോട്ടാണോ കിട്ടിയത് അതിനനുസരിച്ച് സീറ്റിനെ ഡിവൈഡ് ചെയ്യും. അത് കോട്ട തേച്ചുകൊണ്ട്. ആസ് ഇൻ ഹെയർ സിസ്റ്റം കോട്ട ഇസ്. അപ്പോൾ ഇവിടെ എന്ത് വേണം, കോട്ട റിക്വയർഡ് ആണ്. അല്ലാതെ കിട്ടുന്ന വോട്ട് മൊത്തം അതിൽ ഒരാൾക്ക് മാത്രമല്ല, അവിടെ ഓരോരുത്തർ ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ട തികയ്ക്കുക. The quota is decided by dividing the total valid vote polled by number of seats to be filled. അപ്പം ഇവിടെ കോട്ട തികയ്ക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര വോട്ട് ചെയ്തു അതിനെ നമ്പർ ഓഫ് സീറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് കോട്ട കിട്ടുക. ഇഫ് ഓൾ ദ സീറ്റ്സ് ആർ നോട്ട് ഫിൽഡ് അപ്പ് ദ പാർട്ടി ഹാവിങ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ സർപ്ലസ് ഗെറ്റ്സ് ദ റിമൈനിങ് സീറ്റ്. അപ്പം ഇനി എല്ലാ സീറ്റും ഫില്ല് ചെയ്തില്ലാന്ന് വിചാരിച്ചോ, എത്ര സീറ്റാണ് വേണ്ടത്, ആ സീറ്റ് എല്ലാതും ഫില്ല് ചെയ്യാതെ ഒരവസ്ഥ വരികയാണെങ്കിൽ പാർട്ടി ഹാവിങ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷണൽ സർപ്ലസ്. അപ്പോൾ ഈ ഓരോ പാർട്ടിക്കും കൂടുതലായിട്ടുള്ള അധിക വോട്ട് കിട്ടുന്നുണ്ടാവുമല്ലോ, അധിക വോട്ട് ഏത് പാർട്ടിക്കാണോ കിട്ടിയത്. ഇപ്പോൾ കോട്ട തികച്ചിട്ടും പിന്നെയും ബാക്കി വോട്ട് കിട്ടിയ പാർട്ടി ഉണ്ടാവില്ല, അവർക്ക് എന്ത് ചെയ്യും, ബാക്കി സീറ്റ് കിട്ടും. ബാക്കി സീറ്റ് എല്ലാ സീറ്റും ഫില്ല് ചെയ്യാതെ ഒരവസ്ഥ വരുമല്ലോ. അതായത് ഇപ്പോൾ ഒരു പാർട്ടിക്ക് കുറച്ച് അധികം വോട്ട് കിട്ടി, മറ്റേ പാർട്ടിക്ക് ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും, മറ്റേ പാർട്ടിക്ക് സീറ്റ് കിട്ടില്ല. അപ്പോൾ ആ സീറ്റ് അവിടെ ബാക്കിയായി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ അധികം കിട്ടുന്ന ഇവർ കോട്ട തികച്ചിട്ടും അധികം വരുന്ന വോട്ട് ഉണ്ടാവില്ല ഈ പാർട്ടിക്ക്, അപ്പോൾ ആ പാർട്ടിക്കായിരിക്കും ആ സീറ്റ് കിട്ടുക. ഓക്കെ. ഇനി ദ പാർട്ടി ക്യാൻ മേക്കപ്പ് ദ ഡെഫിഷ്യൻസി ബൈ ആഡിങ് ദ ഫ്രാക്ഷണൽ സർപ്ലസ് ഓഫ് വോട്ട് സെക്യൂർഡ് ബൈ ദ പാർട്ടി വിത്ത് അഡ്ജസൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. ഇനി പാർട്ടി എന്ത് ചെയ്യുക, പാർട്ടി ഇപ്പോൾ ഇവർക്ക് അധികം സീറ്റ് ഇവർക്ക് അധികം സീറ്റ് കൂടുതൽ അധികം വോട്ട് കിട്ടുന്ന പാർട്ടിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർക്ക് കോട്ട തികക്കണ്ടേ. അപ്പോൾ ഇവർക്ക് ഈ കിട്ടിയ വോട്ട് കൊണ്ട് എന്തെങ്കിലും ചിലപ്പം പിന്നെ കോട്ട തികക്കാൻ ഇത് ഉണ്ടാവാതെ വരുന്ന സമയത്ത് അവർ അടുത്ത ഏതെങ്കിലും പാർട്ടിയുമായിട്ട് എന്ത് ചെയ്യും, അവരൊരു ധാരണയിലെത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യും, കോട്ട തികച്ചിട്ട് അവർ ആ സീറ്റ് അവിടെ നിലനിർത്തും. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന സാധനമാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അത് ഇവിടെ ഒരു എക്സാമ്പിൾ പറയേണ്ട, ആ എക്സാമ്പിളിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഇനി എക്സാമ്പിൾ, സീറ്റ് ടു ബി ഇലക്റ്റഡ് ഇൻ എ കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു മണ്ഡലത്തിലേക്കുള്ള സീറ്റ് 6. അവിടെ വോട്ട് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 60,000, 60,000. കോട്ട എന്താണ്, കോട്ട നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 60,000നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 10,000 ആണ് കോട്ട. അപ്പോൾ അതായത് വിന്നിങ് ആവണമെങ്കിൽ ഒരാൾ എത്ര വോട്ട് കിട്ടണം, 10,000 വോട്ട് കിട്ടണം. ഇനി 3 പാർട്ടികളാണ് ഇവിടെ ഉണ്ടായ, പാർട്ടി എ, പാർട്ടി ബി, പാർട്ടി സി, 3 പാർട്ടികൾ. അതിൽ പാർട്ടി എ അതിൽ 33,000 വോട്ട് കിട്ടി. അപ്പോൾ 30,000 ആണ്, അതല്ല 33,000 ആണ് അവിടെ കിട്ടിയത് പാർട്ടി എക്ക്. ഇനി നെക്സ്റ്റ് പാർട്ടി ബിക്ക് കിട്ടിയത് 21,000. പാർട്ടി ബിക്ക് എത്ര കിട്ടിയത്, 21,000 കിട്ടി. പാർട്ടി സിക്ക് കിട്ടിയത് 6,000, 6,000 വോട്ട്. ദ പാർട്ടി എ ഈസ് എൻറ്റൈൽഡ് ടു ബി 3 സീറ്റ്സ്. അപ്പോൾ നമുക്കറിയാം കോട്ട എത്രയാണ്, 10,000 ആണ്. അപ്പോൾ പാർട്ടി എ എത്ര സീറ്റ് കിട്ടിയിട്ടുണ്ടാവും, 10,000, 33,000 എന്നുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് 3 സീറ്റ് കിട്ടില്ലേ. കാരണം 33,000-ൽ എത്രയാണ്, 10,000 കൊണ്ട് ചെയ്യുമ്പോൾ 3 സീറ്റ് കിട്ടൂല അവിടെ. ഇനി അത് പാർട്ടി ബിക്ക് എത്ര സീറ്റ് കിട്ടി, പാർട്ടി ബി 2 സീറ്റ്സ്. പാർട്ടി ബിക്ക് 21,000 ആണ്. അപ്പോൾ 10,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 സീറ്റ്. ആൻഡ് പാർട്ടി സി ഗെറ്റ്സ് നോ സീറ്റ്. അപ്പോൾ പാർട്ടി സിക്ക് സീറ്റ് ഉണ്ടോ, ഇല്ല, കാരണം അവർക്ക് 6,000 ആകെ ഉള്ളൂ. ദ റിമൈനിങ് സീറ്റ് ഗോസ് ടു പാർട്ടി എ അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ബാക്കി എത്ര എണ്ണമാണ്, 6 സീറ്റ്. ഇപ്പോൾ ഇവിടെ 5 എണ്ണമായിട്ടുള്ളൂ ഇതായിട്ടുള്ളത്, 3 എണ്ണം പാർട്ടി എക്കും 2 എണ്ണം പാർട്ടി. അപ്പോൾ ഒരു സീറ്റും കൂടെ ബാക്കിയാണ്. അപ്പോൾ ബാക്കി സീറ്റ് ആർക്ക് പോകും, പാർട്ടി എക്ക്. കാരണം അവർക്കാണ് അധികമായിട്ടുള്ള വോട്ട് കൂടുതൽ കിട്ടിയത്, 3,000 വോട്ട് അവർക്ക് അധികം ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ആ 3,000 വോട്ടും അതുപോലെ തന്നെ പാർട്ടി സിയുടെ 6,000 വോട്ടും കിട്ടിയിട്ട് 9,000 വോട്ടും പാർട്ടി ബിയിലെ ഒരു
1000 വോട്ടും അവിടെ ബാക്കി, അങ്ങനെ അവർക്ക് 10 അത് കിട്ടും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അത്ര സീറ്റ് കിട്ടും അല്ലേ. അപ്പോൾ 4 സീറ്റ് മറ്റവർക്ക് ഉണ്ട്, അങ്ങനെയാണ് വരിക. അപ്പം പാർട്ടി ലാർജസ്റ്റ്, അപ്പോൾ ഇതാണ് ഇല്ലേ പാർട്ടി എ സിറ്റ് ഹാസ് ലാർജസ്റ്റ് ഫ്രാക്ഷണൽ സർപ്ലസ് വോട്ട് അല്ലേ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ പാർട്ടി എക്ക് ലാർജസ്റ്റ് ആയിട്ടുള്ള ബാക്കി വോട്ട് ഉണ്ടായതാണ് അവർക്കത് പോകും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് ചോദിക്കൊന്നുമില്ല, ലിസ്റ്റ് സിസ്റ്റവും ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം ഒന്നും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. ഇവിടെ നിന്ന് ചോദിക്കാനുള്ള വേറെ ഒരു ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ആർ 2 ഫോംസ് ഓഫ് ലിസ്റ്റ് സിസ്റ്റം. 2 തരത്തിലുള്ള ലിസ്റ്റ് സിസ്റ്റം ഉണ്ട്. ഒന്നാമത്തെ ബൗണ്ട് ലിസ്റ്റ് ആൻഡ് ഫ്രീ ലിസ്റ്റ്. ബൗണ്ട് ലിസ്റ്റും ഫ്രീ ലിസ്റ്റും. എന്താണ് ബൗണ്ട് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ ബൗണ്ട് ലിസ്റ്റ് ദ പാർട്ടി ഹാസ് ഡിറ്റർമൈൻ ദ ഓർഡർ ഇൻ വിച്ച് ദ നെയിംസ് ഓഫ് ഇറ്റ്സ് കാൻഡിഡേറ്റ്സ് ഹാവ് ബീൻ പ്രസൻറ്റഡ് ഇൻ ദ ബാലറ്റ്. അപ്പോൾ ബാലറ്റ് പേപ്പറിൽ എന്ത് ചെയ്യും, അവരെ കാൻഡിഡേറ്റ്സിൻ്റെ ഓർഡർ എന്ത് ചെയ്യും, പാർട്ടി ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയാൾ, സെക്കൻഡ് ഇയാൾ, തേർഡ് ഇയാൾ, അങ്ങനെ ഒരു ഓർഡറിൽ വെച്ചിട്ടുണ്ട്. അതിനാണ് ബൗണ്ട് ലിസ്റ്റ് സിസ്റ്റം. ദ വോട്ടർ ഈസ് ഫോളോ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഡിറ്റർമൈൻ ദ പാർട്ടി ഡിറ്റർമൈൻ ചെയ്യുന്ന ഓർഡർ ഉണ്ടല്ലോ. മറ്റേതിൽ എന്തായിരുന്നു, നമ്മളിപ്പോൾ അതിൽ പേര് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സെലക്ട് ചെയ്യുക ഫസ്റ്റ് ആര് സെക്കൻഡ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പാർട്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ഇയാൾ, സെക്കൻഡ് ഇയാൾ, തേർഡ് ഇയാൾ, ഫോർത്ത് ഇയാൾ, അങ്ങനെ വോട്ടർ ആയതിന് ആ പ്രിഫറൻസിനനുസരിച്ച് വോട്ട് ചെയ്തതാണ് ബൗണ്ട് ലിസ്റ്റ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത്. ഇനി ഫ്രീ ലിസ്റ്റ് സിസ്റ്റത്തിന് അലൗസ് ദ വോട്ടർ ടു ഇൻഡിക്കേറ്റ് ഹിസ് ഓൺ പ്രിഫറൻസ് എമോങ് ഹിസ് പാർട്ടീസ് കാൻഡിഡേറ്റ്സ്. അതായത് വോട്ടർക്ക് തന്നെ ഹിസ് ഓൺ പ്രിഫറൻസ്, അവരുടെ സ്വന്തം പ്രിഫറൻസിന് അവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് പ്രിഫറൻസ് കൊടുക്കുക. ഇയാൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതാണ് ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് ഫ്രീ ആയിട്ട് തിരഞ്ഞെടുക്കാം. അതുകൊണ്ടാണ് ഫ്രീ ലിസ്റ്റ് സിസ്റ്റം. ഇപ്പോൾ ബൗണ്ട് ലിസ്റ്റ് സിസ്റ്റം, ഫ്രീ ലിസ്റ്റ് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം, ദ കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ ജിയോഗ്രഫിക്കൽ യൂണിറ്റ്സ് കോൾഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. അതായത് രാജ്യം എന്താണ്, അതായത് രാജ്യത്തെ ചെറിയ ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അത് കോൾഡ് കോൺസ്റ്റിറ്റ്യുവൻസി, മണ്ഡലങ്ങൾ എന്നാണ് അതിനെ പറയുക. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം അല്ലേ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വലിയൊരു രാജ്യത്ത് ചെറിയ ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയകളായിട്ടല്ലേ ഇലക്ഷൻ നടത്തൽ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ്, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റമിൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആർ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ. മണ്ഡലങ്ങൾ എന്തായിരിക്കും, വലിയ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സംടൈംസ് ദ എൻറ്റയർ കൺട്രി മേ സിംഗിൾ കോൺസ്റ്റൽ. ഇപ്പോൾ രാജ്യം മൊത്തം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയൊക്കെ ആയിട്ടാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിൽ ഉണ്ടാവുക. മനസ്സിലായല്ലോ. 1 representative ഈസ് ഇലക്റ്റഡ് ഫ്രം ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി. ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവാണ് ഉണ്ടാവുക. മോർ ദാൻ 1 representative മേ ബി ഇലക്റ്റഡ് ഫ്രം 1 കോൺസ്റ്റിറ്റ്യുവൻസി. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിൽ എന്ത് ചെയ്തും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മോർ ദാൻ 1 കാൻഡിഡേറ്റ്സും വേണമെങ്കിൽ മോർ ദാൻ 1 റെപ്രസെൻറ്റേറ്റീവ് എലക്ട് ചെയ്യും. അങ്ങനെയാണല്ലോ അല്ലേ. ഇനി നെക്സ്റ്റ്, വോട്ടർ വോട്ട് ഫോർ കാൻഡിഡേറ്റ്സ്. വോട്ടർ വോട്ട് എന്തിനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാൻഡിഡേറ്റിനാണ് വോട്ട് ഉണ്ടാവുക ഇവിടെ ഫസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൽ. പക്ഷേ പ്രൊപ്പോർഷൻ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിൽ എന്താണ്, വോട്ടർ വോട്ട് ഫോർ പാർട്ടിക്കാണ് വോട്ട് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ്, എ പാർട്ടി മേ ബി ഗെറ്റ് പ്രൊപ്പോർഷനേറ്റ്ലി മോർ സീറ്റ്സ് ദാൻ വോട്ട് അല്ലേ. പ്രൊപ്പോർഷണൽ ഫസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൽ എന്താണ്, സീറ്റിൻ്റെ എണ്ണം കൂടാ ഒരു പാർട്ടിക്ക് കിട്ടുക, പക്ഷേ വോട്ടിൻ്റെ പെർസെൻറ്റേജ് അത്രയൊന്നും എത്തണമെന്നില്ല. ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ ചാപ്റ്ററിന് തുടക്കത്തിൽ പറഞ്ഞു, കോൺഗ്രസ്സിന് കിട്ടിയ സീറ്റ് 400 സംതിങ് സീറ്റ് കിട്ടി, പക്ഷേ 48% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അത് ഇവിടെ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിൽ ഈച്ച് പാർട്ടി ഗെറ്റ്സ് സീറ്റ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് ദാറ്റ് ഇറ്റ് ഗെറ്റ്. അപ്പോൾ ഓരോ പാർട്ടിക്കും എത്ര സീറ്റാണോ കിട്ടത്, അതായത് എത്ര വോട്ടാണോ കിട്ടിയത് അതിനനുസരിച്ചുള്ള സീറ്റും ആണ്. അതായത് പ്രൊപ്പോർഷൻ അതിൻ്റെ വോട്ടിൻ്റെ പെർസെൻറ്റേജും സീറ്റിൻ്റെ പെർസെൻറ്റേജും ഒരു പ്രൊപ്പോർഷനായിട്ടാണ് അവിടെ ഉണ്ടാവുക. കാൻഡിഡേറ്റ്സ് ഹൂ വിൻസ് ദ ഇലക്ഷൻ മേ നോട്ട് ഗെറ്റ് മെജോറിറ്റി ഓഫ് വോട്ട്. ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൽ വിന്നിങ് ചെയ്യുന്ന കാൻഡിഡേറ്റിന് മെജോറിറ്റി വോട്ട് കിട്ടണമെന്നുണ്ടോ, ഇല്ല. കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടി വിജയിക്കുക എന്നല്ലാതെ മെജോറിറ്റി വോട്ട് അവിടെ
ആ പാർട്ടിക്ക് തന്നെ കിട്ടണമെന്നില്ല. ബാക്കി വോട്ടുകളൊക്കെ അവിടെ ചിതറി പോകുന്നുണ്ട് ചെറിയ പാർട്ടികൾക്കായിട്ട് അല്ലേ. അവരൊന്നും ജയിക്കണില്ലെങ്കിൽ കൂടിയിട്ടും വോട്ട് ഇങ്ങനെ വേസ്റ്റായി പോകുന്നുണ്ട്. പക്ഷേ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം കാൻഡിഡേറ്റ് ഹൂ വിൻസ് ഗെറ്റ് മെജോറിറ്റി ഓഫ് വോട്ട്സ്. ഏത് കാൻഡിഡേറ്റാണോ വിജയിക്കുന്നത് ആ കാൻഡിഡേറ്റിനായിരിക്കും അവിടുത്തെ മെജോറിറ്റി പെർസെൻറ്റേജ് ഓഫ് വോട്ട് കിട്ടുക. ഇതാണ് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റവും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം ഇൻ ദ രാജ്യസഭ ഇലക്ഷൻ. നമ്മളെ രാജ്യത്ത് ഇന്ത്യയിലെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം എവിടെയാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞത് രാജ്യസഭ ഇലക്ഷനിലാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ഇൻ ദ ഇലക്ഷൻ ടു ദ രാജ്യസഭ ഇൻ ഇന്ത്യ വി ഹാവ് അഡോപ്റ്റഡ് ഫോംസ് ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം. ഇൻ ദ രാജ്യസഭ എവറി സ്റ്റേറ്റ് ഹാസ് എ പെർട്ടിക്കുലർ നമ്പർ ഓഫ് സീറ്റ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ സംസ്ഥാനത്തിലും രാജ്യസഭയിലേക്ക് മെമ്പർമാരെ തിരഞ്ഞെടുക്കൽ ഓരോ സംസ്ഥാനത്തിന് ഇത്ര സീറ്റ് ഉണ്ടാവും രാജ്യസഭയിൽ നിന്നാണ് നമ്മൾ നോക്കലല്ലേ. കേരളത്തിന് ഇത്ര, ആന്ധ്രാപ്രദേശിന് ഇത്ര, തമിഴ്നാടിന് ഇത്ര, അതായത് ഓരോ സംസ്ഥാനത്തെ പോപ്പുലേഷൻ അനുസരിച്ച് രാജ്യസഭയിൽ അവരുടെ മെമ്പേഴ്സിൻ്റെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. The Rajya Sabha members are elected by the MLAs of respective state legislative assemblies. അങ്ങനെയാണല്ലോ ഓരോ രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കൽ ആരാണ്? ഓരോ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ് തിരഞ്ഞെടുക്കുക. അല്ലാതെ നമ്മളല്ല രാജ്യസഭയിലെ മെമ്പേഴ്സിന് നേരിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന MLAമാരാണ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുക. എവരി വോട്ടർ അല്ലെങ്കിൽ ആ വോട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? MLA ആണല്ലേ. എവരി വോട്ടർ റാങ്ക്സ് കാൻഡിഡേറ്റ്സ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ പ്രിഫറൻസ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഓരോ MLAയും ഓരോ പ്രിഫറൻസ് ഇങ്ങനെ അടയാളപ്പെടുത്തും. ഫസ്റ്റ് പ്രിഫറൻസ് ഇയാൾക്ക്, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ്, ഫോർത്ത് എന്നങ്ങനെ. എ കാൻഡിഡേറ്റ് ടു ബി ഡിക്ലെയർഡ് വിന്നർ ഷുഡ് സെക്യൂർ എ മിനിമം നമ്പർ ഓഫ് വോട്ട്സ്. അപ്പോൾ ഒരു വിന്നിങ് കാൻഡിഡേറ്റിന് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് വോട്ട് കിട്ടണം. അതിനാണ് നമ്മൾ കോട്ട എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ കോട്ട നിർണ്ണയിക്കാനുള്ള ഫോർമുലയാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന മെമ്പറിന് ടോട്ടൽ വോട്ട് പോൾഡ്. അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ടു ബി ഇലക്റ്റഡ്. എത്ര കാൻഡിഡേറ്റ് ആണ് അല്ലെങ്കിൽ എത്ര സീറ്റാണ് ഉള്ളത് അതിനെ ഒന്ന് ആഡ് ചെയ്യുക, പിന്നെ ആ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ കോട്ട നിർണ്ണയിക്കുന്ന ഫോർമുല. ലെറ്റസ് ടേക്ക് ആൻ എക്സാമ്പിൾ. കേരളത്തിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന് സപ്പോസ് 3 രാജ്യസഭ മെമ്പേഴ്സാണ് എലക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇവിടെയുള്ള MLAമാരുടെ എണ്ണം 140 MLAs ആണ് കേരളത്തിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ട എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 140 ഡിവൈഡഡ് ബൈ 3 + 1 അല്ലേ, +1 അതിൻ്റെ കൂടെ വരും. അപ്പോൾ അത് 35 + 1 36 വോട്ട് കിട്ടണം. അതായത് രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? അയാൾക്ക് എത്ര വോട്ട് കിട്ടണം? 36 വോട്ട് കിട്ടണം. അപ്പോൾ നമ്മളിവിടുത്തെ എത്ര സീറ്റാണ് വേണ്ടത്, എത്ര MLAമാരാണ് ഇവിടെ ഉള്ളത്, അതിനൊക്കെ അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിൻ്റെയും കോട്ട എന്ത് ചെയ്യും? വ്യത്യാസപ്പെടും. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് ആർ സെക്യൂർഡ് ബൈ ഈച്ച് കാൻഡിഡേറ്റ്സ് ആർ കൗണ്ടഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടാണ് ആദ്യം കൗണ്ട് ചെയ്യുക. അപ്പോൾ അതിൽ കോട്ട തികക്കുന്ന ആൾക്ക് സെലക്ട് ചെയ്യപ്പെടും. സപ്പോസ് ദ റെക്കോർഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് ഒബ്റ്റൈൻഡ് വിത്ത് ദ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട്. ഇനി ഫസ്റ്റ് പ്രിഫറൻസ് ഇങ്ങനെ എണ്ണിയ സമയത്ത് അതിലിപ്പോൾ നമുക്ക് 3 സീറ്റാണ്. ആ 3 സീറ്റിലേക്ക് 3 ആൾക്കും കോട്ട തികഞ്ഞില്ല. ഒരാൾക്കേ കോട്ട തികഞ്ഞുള്ളൂ, ബാക്കി കോട്ട തികയാത്ത അവസ്ഥ വന്നു ഫസ്റ്റ് പ്രിഫറൻസിൽ തന്നെ. ദെൻ ദ കാൻഡിഡേറ്റ്സ് ഹു സെക്യൂർഡ് ദ ലോവസ്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് ഈസ് എലിമിനേറ്റഡ് ആൻഡ് ഹിസ് ഓർ വോട്ട് ആർ ട്രാൻസ്ഫേർഡ് ടു ദോസ് കാൻഡിഡേറ്റ്സ് ഹു ആർ മെൻഷൻ ഇൻ സെക്കൻഡ് പ്രിഫറൻസ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വോട്ട് കിട്ടിയ ഈ ഇതുണ്ടാവില്ലേ ലോവസ്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് അപ്പോൾ അതിൽ കോട്ട തികച്ച ആളെ കിട്ടും. അപ്പോൾ ഈ ഫസ്റ്റ് പ്രിഫറൻസിൽ തന്നെ കുറച്ച് വോട്ട് കിട്ടിയ ആളുണ്ടാവില്ലേ. ചില ആൾക്കാർ ഫസ്റ്റ് പ്രിഫറൻസ് എടുത്ത ആൾക്ക് കുറച്ചേ വോട്ട് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർ എന്തായാലും അവരെ കോട്ട തികക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആ വോട്ട് എടുത്തിട്ട് ആർക്ക് കൊടുക്കും? സെക്കൻഡ് പ്രിഫറൻസിൽ ചിലപ്പോൾ ആ വോട്ടും കൂടെ ഈ ഫസ്റ്റ് പ്രിഫറൻസിൽ കുറച്ച് വോട്ട് കിട്ടിയ ആളെ വോട്ടും കൂടെ തികച്ച സെക്കൻഡ് പ്രിഫറൻസിലുള്ള ആൾക്ക് കോട്ട തികക്കാൻ പറ്റും. അപ്പോൾ അയാൾക്ക് കൊടുക്കും. അങ്ങനെ അയാൾ കോട്ട തികക്കും. ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂസ് ടിൽ ദ റിക്വയർഡ് നമ്പർ ഓഫ് സീറ്റ്സ് ആർ ഫിൽഡ്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പം സീറ്റ് ഫില്ലാവണ വരെ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണില്ല?
വോട്ട് എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസിൽ ആദ്യം തന്നെ കോട്ട തികയ്ക്കുന്നുണ്ട്, 3 ആളും കോട്ട തികയ്ക്കുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് അവരെ തന്നെ പിന്നെ ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ ഒരാൾക്കൊക്കെ കോട്ട തികഞ്ഞ് ബാക്കി തികയാത്തുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസിൽ തന്നെ ബാക്കിയുള്ള ആളെന്തായാലും സെലക്ട് ചെയ്യപ്പെടില്ല, അവർക്ക് എന്തെങ്കിലും കോട്ട തികയ്ക്കാൻ പറ്റണില്ല. അപ്പോൾ സെക്കൻഡ് പ്രിഫറൻസിലേക്ക് നോക്കും. സെക്കൻഡ് പ്രിഫറൻസിലേക്ക് അവർക്ക് കോട്ട തികയ്ക്കാൻ ഈ ലോവസ്റ്റ് നമ്പറുള്ള ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കും. അങ്ങനെ അവർക്ക് കോട്ട തികച്ചിട്ട് അവർക്ക് ഇനി അങ്ങനെ അല്ലെങ്കിൽ തേർഡ് പ്രിഫറൻസിലേക്ക് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി കൊടുത്ത് അങ്ങനെ വോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് എന്ത് ചെയ്യും, സീറ്റ് എത്രയാണോ ഉള്ളത് അത് ഫില്ല് ചെയ്യണവരെ ട്രാൻസ്ഫർ ഓഫ് വോട്ട് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കും, കാൻഡിഡേറ്റ്സിനല്ല വിന്നിങ് കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കും. അങ്ങനെയാണ് അത്ര. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല, വോട്ട് എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റായി പോകണില്ല. അപ്പോൾ ഇവിടെ അതാണ് എല്ലാ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിലും ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വോട്ട് വേസ്റ്റായി പോകണില്ല. ആ പ്രൊപ്പോർഷനായിട്ട് നിൽക്കുക. എത്ര വോട്ടാണോ പോൾ ചെയ്തത് അത്ര സീറ്റും അത് അവർക്ക് കിട്ടിയ സീറ്റും തമ്മിൽ പ്രൊപ്പോർഷനായിട്ട് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഇന്ത്യയിൽ ഇത് എവിടെയാണ്, രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻ ഉള്ള പോലെ തന്നെ ഇതും സാധാരണ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം. ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ